എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കത്തിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? എന്താണ് എന്താണ് പറയൂ, പെട്ടെന്ന് പറയൂ. താരം വേണോ സിനിമ വേണോ? താരമായിക്കോട്ടെ. എന്നാ ഒരു ഫീമെയിൽ ആയിക്കോട്ടെ. മെയിൽ നമ്മൾ എപ്പോഴും പിടിക്കുന്നുണ്ട്. ഓക്കെ, പറ, ആരാണ്? തമന്ന വേണോ? തമന്ന മതി. തമന്നയുടെ കാര്യം പറയുമ്പോ ഞാൻ കഴിക്കാത്ത വഴിപാടുകളില്ല, നേരാത്ത നേർച്ചകളില്ല. എന്തായാലും ഫലിച്ചു. വിജയ് വർമ്മയും തമന്നയും തമ്മിൽ വേർപിരിഞ്ഞു. എന്തൊരാഘോഷമായിരുന്നു. പിന്നെ അല്ല, കൊറേ പ്രാർത്ഥിച്ചതാ, ഞാൻ കൊറേ വേദനിച്ചതാണേ. എന്തായാലും അവരങ്ങ് പിരിഞ്ഞ് സന്തോഷമായി. സന്തോഷമായി. ഓക്കെ, അപ്പോൾ നയൻതാരയാണ്. പിന്നെന്താ? ഓക്കെ, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്നാണ് ആള് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരങ്ങനെ വിളിച്ചിരുന്നത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിക്കുന്നില്ല. നയൻതാര. ഓക്കെ, ഹെഡ് ഫസ്റ്റ് വൺ. മൊത്തത്തിൽ എടുത്തോണ്ട് പോവാണോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ആവേശം കുറച്ച് കൂടിയതാ. എന്നാലും എൻ്റെ തമന്ന രക്ഷപ്പെട്ടത് എന്നിൽ നിന്ന്. ഫസ്റ്റ് വൺ. തെണ്ടി പറഞ്ഞത് എന്ത് സത്യം. ഫസ്റ്റ് വൺ. യോ, അജിത് കുമാർ ധനുഷ് മൂവി. ധനുഷ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അതായത് അതിൽ നായകൻ AK ആകുമെന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. ഒരു സ്റ്റോറി ധനുഷ് നമ്മുടെ AKനെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അടുത്തത് ഇതിൻ്റെ നരേഷൻ, അത് ഏപ്രിലായിരിക്കും ഇതിൻ്റെ അടുത്ത നരേഷൻ എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഡൗൺസ് പിക്ചേഴ്സാണ് ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു റൂമറുണ്ട്. ഇത് നന്നായിരുന്നു, ரொம்ப நல்லா இருக்கு. ടെസ്റ്റ് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വരുന്നു. ഡയറക്റ്റ് OTT-യിലേക്കാണ് സിനിമ വരുന്നത് April 4 കേട്ടോ. നെറ്റ്ഫ്ലിക്സിലാണ്. മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ശശികാന്ത് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നെടുത്തിട്ടുണ്ട്. ആവേശമൊക്കെ പോയി, ഒറ്റയടിക്ക് താഴോട്ട് പോയല്ലോ. അടിപൊളി. നയൻതാര നായികയാവുന്ന സിനിമയാണ്. സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. മീന, ഖുഷ്ബു, അങ്ങനെ വലിയ താരങ്ങളുണ്ട് അതിൽ. യെസ്, എല്ലാരും കൂടി. സുന്ദറാണ് സിനിമ. സുന്ദർ സി. സുന്ദർ സി. യെസ് അല്ലേ, സുന്ദർ സി ആണ് സിനിമ ഡയറക്ഷൻ. എന്തായിരുന്നു? യെസ്, ശശികാന്തില് യെസ് ആണല്ലോ. ഓക്കെ, ബൈസൺ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് 5 മണിക്ക് എത്തും. ഓക്കെ, ധ്രുവ് വിക്രം നായകനാവുന്ന സിനിമയാണ്. ഭാരഞ്ജിത്താണ് സിനിമ നിർമ്മിക്കുന്നത്. മാരി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 5 മണിക്ക് വരും. നമ്മൾ ആ സമയത്ത് കിഴിയിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ കാണിക്കാട്ടോ, അല്ലേ അളിയ? അടുത്തത് സാഹസം സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമയിലേക്ക് പുതിയ ഒരാളും കൂടി, സബരീഷ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ആൾക്ക് നല്ല ക്യാരക്ടറുകളൊക്കെ വിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇടക്കിടക്ക് അങ്ങനെ നല്ലത് കിട്ടുന്നുണ്ട്. അതെ, ബിപിൻ കൃഷ്ണയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ധീരൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ദേവദത്ത് ഷാജി ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആള് തന്നെയാണ് സ്ക്രിപ്റ്റ്. ഭീഷ്മപർവം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിന് ശേഷം ആള് ഒരുക്കുന്ന സിനിമയാണ് കേട്ടോ. നന്നാവട്ടെ. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? ജതീഷേട്ടൻ, അശോകേട്ടൻ, സുധീഷേട്ടൻ, എല്ലാ ഏട്ടന്മാരും ഉണ്ടല്ലോ. എല്ലാ ഏട്ടന്മാരും ഉണ്ട്. ശബരീഷേട്ടൻ ഇതിലുണ്ടല്ലേ? സംഭവേ മറ്റേ ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. അതില് വിനീതും ഉണ്ട്, വിനീതേട്ടനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തകജം തകജം അവര് തന്നെ എന്താലേ. അതെ അതെ അതെ. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നു. അത് 15-നായിരിക്കും എന്നുള്ള റൂമർ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ 17-നായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതും ഗ്രാൻഡ് ട്രailer ലോഞ്ചൊക്കെ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നതാണ്. ഓളിക്കോ ഇത് നയൻതാരയായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് കേട്ടോ എമ്പുരാന്. ഗോഡ് ഫാദർ
ഇതിന്റെ രണ്ടാം ഭാഗം വരും ഇനി. അതാണ് ചിരഞ്ജീവികാരും അവിടെ തെലുങ്ക് കൊണ്ടുപോകും. അപ്പൊ അതില് നമ്മുടെ പ്രിയദർശിനി രാമദാസായിട്ട് അടുത്തത് ബസൂക്ക. ബസൂക്ക സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വരുന്നു 26-ാം തീയതി കേട്ടോ. സംഭവം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയുന്നുണ്ട്, റൂമറുകളാണ്, സത്യമാണോ അറിഞ്ഞൂടാ. സാധ്യത കുറച്ച് കുറവാട്ടോ. അത് വേറെ ഉണ്ട് പറയാൻ, അത് പിന്നെ പറയാം. ഓക്കെ, അടുത്ത കിഴി അടിപൊളി. തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. തുടരും സിനിമയുടെ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, കൺമണിപ്പൂവേ. ആ സോങ്ങിൻ്റെ മേക്കിംഗ് വീഡിയോ ഇന്ന് 7 മണിക്ക് വരും. ഓക്കെ കണ്ടു നോക്കാം. എന്തായാലും നല്ല കാലങ്ങൾക്ക് ശേഷം ഒരു മനസ്സിനെ നല്ല കുളിർമ അണിയിക്കുന്ന ഒരു സോങ് നമുക്ക് കിട്ടിയല്ലോ. സത്യം. അടുത്തത് പൃഥ്വിരാജ് നായകനാവുന്ന സിനിമ. അല്ലെങ്കിൽ കിട്ടിയിരുന്ന പാട്ടുകളൊക്കെ എന്തായിരുന്നു അറിയാം? മലപ്പുറം മലയാളത്തിന്റെ ഉമ്മയിൽ മാതാവിൽ എന്താണെങ്കിലും ഞാൻ പറയാൻ വന്നത് എന്താ, വിലായത്ത് ബുദ്ധ സിനിമേന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, പാക്കപ്പ് ആയിട്ടുണ്ട്, ഒഫീഷ്യൽ പുറത്തു വന്നു. ജയൻ നമ്പ്യാരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജാണ് നായകൻ. നായികയായിട്ട് വരുന്നത് നയൻതാര. അതങ്ങനെയുണ്ട്. ഇതാണ് ഇങ്ങനെ പോണം നൈസായിട്ട്. നമ്മുടെ സച്ചിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. യെസ്, സച്ചി ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാക്കിയത് മേക്ക് ചെയ്തേനെ കേട്ടോ. ഇതിപ്പം സോറി, പണിയെടുക്കാൻ തുടങ്ങി ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കണം. ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാനല്ലേ ശരിക്കും എടുക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, സൂര്യ 45 RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സൂര്യാണ് നായകൻ. അതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. വക്കീൽ വേഷത്തിൽ നമ്മുടെ നായകനല്ല, സംവിധായകൻ എന്ന നായകൻ. സംവിധായകനാണല്ലോ പണിയെടുക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് പണി കൂടുതൽ തരും. കിഴി വരെ 2 ഒരുമിച്ച് വരുന്ന കയറുന്നു. എടാ, അത് നയൻതാരേന്റെ കിഴിയാണ് കേട്ടോ. ഗുഡ് ബാഡ് അഗ്ലി ഇല്ലല്ലോ, ദൃശ്യം മതിയായിരുന്നു. സത്യം, ഞാൻ മാറിപ്പോയതാ. അല്ല, സൂര്യ 45 മേടിച്ച് നമ്മള് അതിൽ തള്ളിടും. എന്താണെങ്കിലും സിനിമേന്റെ ഫസ്റ്റ് സിംഗിൾ വരുന്നു മാർച്ച് 9-ാം തീയതി അല്ലെങ്കിൽ മാർച്ച് 12-ന് കേട്ടോ. അറിയാലോ ടീസർ വന്നിട്ട് സംഭവിച്ചത് എന്താണ്. പൊളി. കത്തനാർ സിനിമയുടെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. ജയസൂര്യ ഒരു പുതിയ പിക്ക് പങ്കുവച്ചിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കത്തനാർ ഈ കൊല്ലം ഉണ്ടല്ലോ അല്ലേ? കത്തനാർ വരട്ടെ, കാത്തിരിക്കുന്ന സാധനമാണ് സത്യം. എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്, സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പിന്നെ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ ഒരു Q&A ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും കിഴിയിൽ ഒരു കിഴിയിട്ടിട്ട് അങ്ങനെ അതിന് മറുപടി കൊടുക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ കുറേ ചോദ്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തെ ചോദ്യങ്ങൾ വന്നപ്പോൾ Q&A ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നോ എന്നുള്ളത് അല്ലേ? എന്താണെങ്കിലും അത് Q&A വരും കേട്ടോ. അപ്പോൾ സിനിമകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ എന്താ പറയുക, കൂടുതൽ പ്രാധാന്യത്തോടെ ഈ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തും. അപ്പോൾ സിനിമകളെ കുറിച്ചായാൽ ഒന്നുകൂടെ നന്നാവും. അതെ, നമ്മുടെ പേഴ്സണൽ അല്ലാണ്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ, എല്ലാവർക്കും കൂടി സംസാരിക്കുന്ന ഒരു രീതി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അപ്പോൾ കിഴി എപ്പിസോഡുകൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ചോദ്യങ്ങൾ പോന്നോട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. ബൈ.